ഹേ സിനിഫാൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിസംബർ മാസം ഭയങ്കര പ്രത്യേകത ഉള്ളതാണ്, ക്രിസ്മസ് ഒക്കെയാണ്. അതുകൂടാതെ ഒട്ടനവധി സിനിമകളും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സിനിമയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മുടെ മമ്മൂട്ടിയുടെ കളങ്കാവലാണ്. കഴിഞ്ഞ മാസമായിരുന്നു സിനിമ റിലീസ് ചെയ്യാനിരുന്നത്, പക്ഷേ ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്ത് ഡിസംബർ 5-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഡിസംബർ 5-ാം തീയതി തന്നെ നമ്മുടെ ദുരന്തർ എന്ന മൂവിയും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ബിഗ് ബഡ്ജറ്റ് റിലീസ് ചെയ്യുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ മമ്മൂട്ടിക്കായിട്ടുള്ള ഒരു ക്ലാഷ് ചിത്രം തന്നെയാണ്. ഡിസംബർ 5-ാം തീയതി തന്നെ നമ്മുടെ ബാലയുടെ അഖണ്ഡ 2 എന്ന ചിത്രവും റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിസംബർ 5-ാം തീയതി ഈ 3 ചിത്രങ്ങളാണ് റിലീസ് ചെയ്യുന്നത്. ഇനി സിനിമ റിലീസ് ചെയ്യുന്നത് ഡിസംബർ 12-ാം തീയതിയാണ്. നമ്മുടെ കാർത്തി നായകനാവുന്ന വാ വദിയാർ എന്ന സിനിമയാണ് 12-ാം തീയതി റിലീസ് ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് റേച്ചൽ എന്ന സിനിമയും റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹണി റോസാണ് നായിക. ഡിസംബർ 12-ാം തീയതി തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം എന്തായിരുന്നു റിലീസ്, പക്ഷേ പോസ്റ്റ്പോൺ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഡിസംബർ 12-ാം തീയതി ഈ 2 ചിത്രങ്ങളാണ് റിലീസ് ചെയ്യുന്നത്. ഇനിയുള്ളത് ഡിസംബർ 18-ാം തീയതിയാണ്. നമ്മുടെ ബബ്ബബ്ബ മലയാളത്തിലെ ഏറ്റവും ഈ വർഷത്തെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. മോഹൻലാൽ ക്യാമിയുണ്ട്. അപ്പോൾ എന്തായാലും ഡിസംബർ 18 എന്നുള്ള ഡേറ്റ് മാറ്റം വരില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ദിലീപിൻ്റെ കേസായിട്ടുള്ള ഒരു ഡിലേ ഇനി വരുമോയെന്നറിയില്ല. എന്തായാലും നമുക്ക് 8-ാം തീയതി ആയിരിക്കും മോസ്റ്റ്ലി ഒരു കൺഫേം ഡേറ്റ്. മാറില്ലായിരിക്കും, മാറാണ്ടിരിക്കട്ടെ. അപ്പോൾ ഡിസംബർ 18-ാം തീയതി നമുക്ക് എന്തായാലും ബബ്ബബ്ബ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഡ്യൂഡിന് ശേഷം നമ്മുടെ പ്രദീപ് രംഗനാഥൻ്റെ സിനിമയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. സിനിമയും ഡിസംബർ 18-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. എന്തായാലും ഒരു ഫ്യൂച്ചറിക് സിനിമയാണ്. അപ്പോൾ ഈ സ്വാപ്പിംഗ് പരിപാടി മാറ്റി ഇത് നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡിസംബർ 18-ാം തീയതി ഈ 2 ചിത്രങ്ങളാണ് റിലീസ് ചെയ്യുന്നത്. അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ 19-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. അവതാറിൻ്റെ 3ാമത്തെ പാർട്ടായ ഫയർ ആൻഡ് ആഷ്. അപ്പോൾ ചിത്രത്തിൻ്റെ കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡിസംബർ 19-ാം തീയതി ഈ ഒരു ഇംഗ്ലീഷ് സിനിമ മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. ഡിസംബർ 25-ാം തീയതി 3 സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ നമ്മുടെ നിവിൻ പോളിയുടെ ചിത്രമാണ് സർവ്വം മായ. അഖിൽ സത്യനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമാണ്. നല്ലൊരു കോമഡി ചിത്രം തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിവിൻ പോളിയെ കൂടാതെ നമ്മുടെ അജു വർഗീസ് എല്ലാവരും ഉണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഡിസംബർ 25-ാം തീയതി നമ്മുടെ മോഹൻലാലിൻ്റെ വൃഷഭ എന്ന സിനിമയും റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫ്യൂച്ചറിക്ക് ഫാസ്റ്റ് സിനിമയാണ്. അപ്പോൾ എന്തായാലും സിനിമ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. മോഹൻലാൽ 2025 മൊത്തത്തിൽ അങ്ങോട്ട് തൂക്കട്ടെ. കാരണം ഈ സിനിമയും കൂടെയാണ് ഇനി ഉള്ളത്. ലാസ്റ്റ് സിനിമയാണ് 2025 മോഹൻലാലിൻ്റെ. ഇനി അടുത്ത ഒരു ഇംഗ്ലീഷ് ചിത്രമാണ്. ഡിസംബർ 25-ാം തീയതി നമ്മുടെ അനാക്കോണ്ടയുടെ അടുത്ത പാട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 25-ാം തീയതി ഈ 3 സിനിമകളാണ് ഉള്ളത്. ഡിസംബർ മാസം ഇത്രയും സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസിനോടൊപ്പം ആഘോഷിക്കാൻ പറ്റിയ സിനിമകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേതൊക്കെ സിനിമയാണ് തിയേറ്ററിൽ പോയി കാണണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.